ശശി തരൂരിനെ കോൺഗ്രസ് പറ്റുന്നതിൻ്റെ അങ്ങേ അറ്റം ഉപദ്രവിച്ചു, ഒഴിവാക്കി, അവഗണിച്ചു, പുച്ഛിച്ചു. ഇപ്പോഴും അതെല്ലാം തുടർന്നുകൊണ്ടിരിക്കുന്നു. പാവം ഗാന്ധിജി ചെയ്തതുപോലെ തരൂര് മിണ്ടാതിരിക്കുക. ഇപ്പോൾ എന്തായാലും ഈ ഘട്ടമൊന്നും അധിക നാളിങ്ങനെ മുന്നോട്ട് പോകാൻ ശശി തരൂരിനാവില്ല. ശശി തരൂർ BJPയിലേക്ക് ചേക്കേറാനുള്ള എല്ലാ സാധ്യതകളും ഒരുങ്ങുന്നു. ഒരു തുടക്കം, ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലേക്കൊന്ന് തിരികൊളുത്തി കിട്ടിയാൽ തരൂര് നേരെ പറന്നുയർന്ന് BJPയുടെ ഉന്നത സ്ഥാനത്തേക്ക് ചെന്നിരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. തീർച്ചയായും ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം നൽകുമെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങളനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ശശി തരൂർ നിലമ്പൂരേക്ക് ആരും വിളിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ അത് കല്യാണമാണോ എന്നൊക്കെയാണ് നേതാക്കൾ ചോദിക്കുന്നത്. കല്യാണമാണോ എല്ലാവരെയും വിളിച്ചു കൊണ്ടുപോകാനെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഏതായാലും തരൂരിന് ഇതൊന്നും ഒരു വിഷയമേ അല്ല. തരൂർ ഇപ്പോൾ അടുത്ത യാത്ര തുടങ്ങിയിരിക്കുന്നു. റഷ്യയിൽ 5 ദിവസം പുട്ടിനെ നേരിട്ട് കണ്ട് മോദിയുടെ സന്ദേശം കൈമാറും. 4 ദിവസം ഗ്രീസിൽ തങ്ങുന്നത് തുർക്കിയുടെ പാക് അനുകൂലതയ്ക്ക് തിരിച്ചടി നൽകാനാണ്. അവിടെ നിന്ന് 5 ദിവസം UK പോകും. തരൂരിൻ്റെ മോസ്കോ വഴിയുള്ള യൂറോപ്പ് പര്യടനം ഔദ്യോഗികമാണ്. യാത്രയിൽ നിറയ്ക്കുന്നത് രാജ്യത്തിനായുള്ള നയതന്ത്രമാണ്. കോൺഗ്രസിനോട് പറയാതെയാണ് ഇപ്പോൾ തരൂർ ഈ രണ്ടാമത്തെ യാത്ര തുടങ്ങിയിരിക്കുന്നത്. കോൺഗ്രസ്സിന് ഏതായാലും അനഭിമതനായി തീർന്നിരിക്കുകയാണ് ശശി തരൂർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അടുത്ത ദൗത്യവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി തന്നെയാണ്. പ്രധാനമന്ത്രി വളരെ ശക്തമായ പിന്തുണയാണ് തരൂരിന് നൽകുന്നത്. കാരണം അവരെല്ലാം അത് കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട്. ഈ നിലമ്പൂർ തരൂരിൻ്റെ അസാന്നിധ്യം അടക്കം BJP എല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടിയാണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹം അടുത്ത ദൗത്യവുമായി പോയിരിക്കുന്നത്. റഷ്യയിലേക്ക് തരൂർ പറക്കുമെന്ന് 2 ദിവസം മുമ്പ് തന്നെ നമുക്ക് വിവരം ലഭിച്ചിരുന്നു. റഷ്യയിലേക്കുള്ള തരൂരിൻ്റെ യാത്രയും കേന്ദ്ര സർക്കാരിന് വേണ്ടിയാണെന്ന് സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിന് വേണ്ടി തന്നെ പോവുകയാണ്. ഇതിനൊപ്പം 2 രാജ്യങ്ങൾ കൂടി നയതന്ത്ര ദൗത്യവുമായി തരൂർ പോകും. 15 ദിവസത്തെ വിദേശ ദൗത്യമാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള കോൺഗ്രസ് MP ആയ ശശി തരൂരിനെ മോദി ഏൽപ്പിച്ചിരിക്കുന്നത്. 5 ദിവസം റഷ്യയിൽ തരൂർ ഉണ്ടാകും. ഇതിനുശേഷം ഗ്രീസിലേക്കാണ് യാത്ര. അവിടെ 4 ദിവസം നയതന്ത്ര ഇടപെടലുകൾക്കായി ചെലവഴിക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങളനുസരിച്ച് പുറത്തു വരുന്നത്. അത് കഴിഞ്ഞിട്ട് ബ്രിട്ടനിലേക്കും UK-യിലേക്കും 5 ദിവസത്തെ തിരക്കിട്ട പരിപാടികളാകും. കേന്ദ്ര സർക്കാരിന് വേണ്ടി ഉള്ള നയതന്ത്ര ഉത്തരവാദിത്വം തന്നെയാണ് ഈ തരൂർ നിർവഹിക്കുക. വിദേശകാര്യ പാർലമെൻ്ററി സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിലാണ് ഈ ഉത്തരവാദിത്തങ്ങൾ തരൂരിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. സാധാരണ പ്രതിപക്ഷ MPമാരെ ഇത്രയും പ്രധാനപ്പെട്ട ചുമതലകൾക്ക് കേന്ദ്രം നിയോഗിക്കാറില്ല. എന്നാൽ വിദേശ നയതന്ത്രത്തിൽ ഇതെല്ലാം തരൂരിന് വേണ്ടി മോദി സർക്കാർ മാറ്റിവെക്കുകയാണ്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിലെ നിലപാടടക്കം താനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചർച്ചയാകുന്നതിന് പിന്നാലെ ഈ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കാണാനും സമയം തേടിയിരുന്നു ശശി തരൂർ. കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചാൽ തരൂർ ഇവരെയും കാണുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവർ അനുവദിച്ചില്ല. എന്നാൽ ഇത് തെറ്റാണെന്നും ഇത്തരത്തിലൊരു സമയം ചോദിച്ചു എന്നുള്ളത് തെറ്റാണെന്ന വിധത്തിലും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. മോസ്കോയിലേക്ക് തരൂർ കഴിഞ്ഞ ദിവസം തന്നെ പോയി കഴിഞ്ഞു. കോൺഗ്രസ് പാർട്ടിയെ മോസ്കോ ദൗത്യവും തരൂർ അറിയിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് ദിവസം തരൂർ നടത്തിയ ചില പ്രസ്താവനകൾ കോൺഗ്രസിനുള്ളിൽ വലിയ അതൃപ്തിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ശശി തരൂർ വിവാദം ചർച്ചയാക്കേണ്ട എന്ന് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും എല്ലാവരും തന്നെ അന്ന് പറയുന്നുണ്ടായിരുന്നു. ഏതായാലും തരൂരിന് ചർച്ച വേണമെങ്കിൽ തടസ്സമില്ല എന്നും നേതാക്കൾ തീരുമാനിച്ചിരുന്നു. എന്തെങ്കിലും ഈ വിഷയത്തിൽ ചർച്ച നടത്തണമെങ്കിൽ തരൂരിനെ തടസ്സപ്പെടുത്തണ്ട എന്നും പറഞ്ഞിരുന്നു. എന്നാൽ നടപടിയൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എടുക്കേണ്ട എന്നും പറഞ്ഞിരുന്നു. കാരണം ഇലക്ഷനെ അത് പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതുകൊണ്ട് ഹൈക്കമാൻഡ് അത്തരത്തിലുള്ള തീരുമാനം തന്നെയാണ് എടുത്തത്. ഇതിനിടെ കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ടാണ് വലിയ ദൗത്യവുമായി ഈ 15 ദിവസത്തേക്ക് തരൂർ വിദേശ രാജ്യങ്ങളിലെ സന്ദർശനം നടത്തുന്നത്. അത് കോൺഗ്രസ് ഏത് തരത്തിലെടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. റഷ്യയിൽ എത്തുന്ന തരൂർ പ്രസിഡന്റ് പുട്ടിനെ നേരിട്ട് തന്നെ കാണും. മോദിയുടെ സന്ദേശം കൈമാറലാകും ഈ സന്ദർശനത്തിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആഗോള വിഷയങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമായി തന്നെ പുട്ടിനെ അറിയിക്കാനും തരൂർ മോദിയുടെ നിർദ്ദേശമുണ്ട് തരൂരിന്. അതോടൊപ്പം തന്നെ ഈ തരൂരിൻ്റെ സന്ദർശനം പുട്ടിൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം മോദി അത് നേരത്തെ തന്നെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞിരുന്നു. അപ്പോൾ തരൂരിനൊരു രാജകീയമായ സ്വീകരണം തന്നെയാണ് അവിടെ ലഭിക്കുക. കാരണം മോദിയെ സ്വീകരിക്കുന്ന അതേപോലെ തന്നെ അത്ര ഗൗരവത്തിൽ അത്രയധികം ഒരു വലിയ സ്വീകരണം തന്നെയാണ് അദ്ദേഹത്തിന് ലഭിക്കുക. 2022 യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം ഇതാദ്യമായാണ് ഈ പുട്ടിനും
ഇന്ത്യയായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു സംഭവമൊക്കെ വരുന്നത്. ഏതായാലും മൂന്നാമതും അധികാരമേറ്റെടുത്ത ശേഷം ആദ്യം മോദി സന്ദർശിക്കാൻ തിരഞ്ഞെടുത്ത റഷ്യയാണ്. റഷ്യൻ ഇൻ്റർനാഷണൽ അഫയേഴ്സ് കൗൺസിൽ സംഘടിപ്പിച്ച റഷ്യയും ഇന്ത്യയും പുതിയ ഉഭയകക്ഷി അജണ്ട എന്ന കോൺഫറൻസിൽ നടത്തിയ പ്രസംഗത്തിലാണ് പുടിൻ ഇന്ത്യ സന്ദർശിക്കാനുള്ള ക്ഷണം അംഗീകരിച്ച കാര്യം ലാവ്റോവ് വെളിപ്പെടുത്തിയത്. ഏതായാലും ഈ ഇന്ത്യൻ യാത്രയുടെ അജണ്ട അടക്കം തരൂരിൻ്റെ യാത്രയിൽ ചർച്ചയാകുമെന്നാണ് അറിയുന്നത്. വ്യക്തമായ കാഴ്ചപ്പാടിൽ ഇന്ത്യയിലെത്താൻ ഇതിലൂടെ പുടിനും കഴിയുമെന്നാണ് വ്യക്തമാക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിരിക്കും ഇനി പുടിൻ്റെ വരവ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് മേൽക്കൈ നൽകിയത് റഷ്യ നൽകിയ ആയുധങ്ങൾ കൂടിയാണ്. അതോടൊപ്പം തന്നെ വ്യോമ പ്രതിരോധ സംവിധാനമായി S-400 ഇനിയും വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. ഇതടക്കം വേഗത്തിലാക്കുകയാണ് തരൂരിൻ്റെ മോസ്കോ സന്ദർശന ലക്ഷ്യമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. മോദി അതിനു വേണ്ടിയിട്ടാണ് തരൂരിനെ അത്തരത്തിൽ നിയോഗിച്ചിരിക്കുന്നത്. യൂറോപ്പിലെ സാന്നിധ്യം ശക്തിപ്പെടുത്താനുള്ള വിശാലമായ ശ്രമത്തിൻ്റെ ഭാഗമായി പ്രതിരോധ വ്യവസായങ്ങൾ, തുറമുഖങ്ങൾ, ടൂറിസം സാധ്യതയുള്ള തൊഴിൽ കരാറുകൾ എന്നിവ ലക്ഷ്യമിട്ട് ഗ്രീസിൽ തന്ത്രപരമായ നിക്ഷേപങ്ങൾ ഇന്ത്യ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രീസിൻ്റെ പ്രതിരോധ മേഖലയിൽ പ്രത്യേകിച്ച് ഹെല്ലനിക് എയ്റോസ്പേസ് ഇൻഡസ്ട്രി, ഹെല്ലനിക് ഡിഫൻസ് സിസ്റ്റംസ് എന്നിവയിൽ നിക്ഷേപിക്കാൻ ഇന്ത്യ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഗ്രീക്ക് വിദേശകാര്യമന്ത്രി ജോർജ് ഗെരാപെട്രിറ്റുമായി സംസാരിക്കുകയും പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് എതിരായുള്ള ഗ്രീസിൻ്റെ ഉറച്ച നിലപാടിനെ ഇന്ത്യയും സ്വാഗതം ചെയ്തിരുന്നു. ഏതായാലും ഈ ഇദ്ദേഹത്തിൻ്റെ ഇന്ത്യ സന്ദർശനത്തോടെ ഇന്ത്യ ഗ്രീസ് ബന്ധവും ആഗോള ശ്രദ്ധ നേടിയിട്ടുണ്ട്. 2008 ശേഷം ഒരു ഗ്രീക്ക് പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ഇന്ത്യ സന്ദർശനം കൂടിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഈ വിദേശ രാജ്യങ്ങളുമായുള്ള മോദി വന്നതിന് ശേഷമുള്ള ഒരു ബന്ധം, ഊഷ്മളമായ ബന്ധമൊക്കെ തരൂരിനും അത് കൃത്യമായി അറിയാം. തരൂരും അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തും. 2023 ഓഗസ്റ്റിൽ ബ്രിക്സ് ജോഹന്നാസ്ബർഗ് ഉച്ചകോടി അവസാനിച്ചതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഗ്രീസ് സന്ദർശിച്ചിരുന്നു. 1983 സെപ്റ്റംബറിൽ ഇന്ദിരാഗാന്ധി അവസാനമായി രാജ്യം സന്ദർശിച്ചതിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമായിരുന്നു അത്. അതിനുശേഷം വന്ന ഒരു പ്രധാനമന്ത്രിമാരും ഇങ്ങനെ സന്ദർശനം നടത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ ഇന്ത്യയും ഗ്രീസും തങ്ങളുടെ സഹകരണത്തെ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തുന്ന സാഹചര്യമുണ്ടായി. ഇന്ത്യ ഗ്രീസ് 2030 ആകുമ്പോഴേക്കും തങ്ങളുടെ ഉഭയകക്ഷി വ്യാപാരം ഏകദേശം $4 ബില്യൺ ഇരട്ടിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. 2022-23 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $1.9 ബില്യൺ ആയിരുന്നു. ഇന്ത്യക്ക് യൂറോപ്പിലേക്കുള്ള ഒരു സാധ്യതയുള്ള കവാടമായി ഗ്രീസ് സ്വയം നിലകൊള്ളുകയാണ്. ഇതിൻ്റെ സാധ്യത പരമാവധി ഉപയോഗിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇതാണ് തരൂരിൻ്റെ ഗ്രീസ് യാത്രയ്ക്ക് പ്രാധാന്യവും കൂട്ടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.